പീഡിപ്പിച്ച നടി പറഞ്ഞത് സിദ്ദിഖ് പീഡിപ്പിച്ച് കഴിഞ്ഞ് ചോറും തൈരും മീൻകറിയും ആണ് കഴിച്ചത്. എന്നിട്ട് പറഞ്ഞു എനിക്ക് വൈരുദ്ധ്യമുള്ള കാര്യങ്ങളാണ് ഇഷ്ടം. അപ്പം എല്ലാവർക്കും അറിയാം, പീഡിപ്പിച്ച സംഭവം ഉണ്ടായിട്ട് 10 വർഷം കഴിഞ്ഞു. ജനുവരി 28-നാണ് ഇത് നടന്നേക്കുന്നത്. അപ്പം ഇതിൽ കുറേ കാര്യങ്ങൾ അന്വേഷണ സംഘം ഒരു 5 കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നടി പറഞ്ഞത് ജനുവരി 28-നാണ് പീഡനം നടന്നത്. അപ്പം ആ കാര്യം സിദ്ദിഖ് ജനുവരി 27 രാത്രി റൂം എടുത്തായിരുന്നു. അതുപോലെ 101D അവിടെ വച്ചാണ് ഇത് പീഡനം നടക്കുന്നത്. അതും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അതുപോലെ അവിടെ നിന്ന് നോക്കുമ്പോൾ സ്വിമ്മിംഗ് പൂൾ കാണാം. പിന്നെ ഇത് കഴിഞ്ഞ പിന്നെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. പിന്നെ ഈ ഒരു പീഡനം നടന്നേ പിന്നെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു. അപ്പം ഈ എല്ലാ കാര്യവും 5 കാര്യവും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതെല്ലാം ശരിയായി വന്നിട്ടുമുണ്ട്. അത് കഴിഞ്ഞ് ഇതെല്ലാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നേ പിന്നെയാണ് ഈ നടി വെളിപ്പെടുത്തിയത്, കാര്യങ്ങളെല്ലാം പുറത്ത് പറയുന്നത്. അത് കഴിഞ്ഞ് സിദ്ദിഖ് ഊട്ടിയിൽ പോയി. അവിടെ നിന്ന് ജാമ്യത്തിൻ്റെ അപേക്ഷ നൽകിയിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പൊതുപരിപാടിയിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അങ്ങനെ കബീർ പൊന്നമ്മയുടെ മരണത്തിൻ്റെ അവിടെ സിദ്ദിഖ് വന്നിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ജാമ്യാപേക്ഷ തള്ളിയെന്ന് സിദ്ദിഖിന് മനസ്സിലായ. അങ്ങനെ സിദ്ദിഖിന് ഇപ്പം എവിടെയാണെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ നെടുമ്പാശ്ശേരി അവിടെ എവിടെയുണ്ടെന്ന് പറഞ്ഞു. അവിടെയൊക്കെ പോയി തിരക്കിയിരുന്നു. ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എന്തായാലും സിദ്ദിഖിൻ്റെ മകൻ ഇതിനു വേണ്ടിയൊക്കെ ഓടി നടക്കുകയാണ്. ആ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുന്നു. സിദ്ദിഖ് ഇനി അടുത്ത സുപ്രീം കോടതിയിൽ നിന്നുള്ള ജാമ്യാപേക്ഷ ഒക്കെ കൊടുത്ത് അവിടെ നിന്ന് ശരിയായാലേ പുറത്ത് വരുമെന്നാണ് തോന്നുന്നത്. എന്തായാലും അറിയത്തില്ല എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നീങ്ങാൻ പോകുന്നതെന്ന്. ഇതിനിടയ്ക്ക് ജയസൂര്യയുടെ കാര്യം അറിയാമല്ലോ. ജയസൂര്യ ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു, പുറത്തായിരുന്നു. അവിടുന്ന് ഇപ്പം ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് ജാമ്യത്തിൻ്റെ അപേക്ഷ കൊടുത്തു, ജാമ്യം കിട്ടി. അങ്ങനെയാണ് തിരിച്ചു വന്നത്. അങ്ങനെ സിദ്ദിഖ് ഇനി അടുത്ത സുപ്രീം കോടതിയിൽ നിന്നുള്ള ജാമ്യാപേക്ഷ ഒക്കെ കൊടുത്ത് അവിടെ നിന്ന് ശരിയായാലേ പുറത്ത് വരുമെന്നാണ് തോന്നുന്നത്. എന്തായാലും അറിയത്തില്ല എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നീങ്ങാൻ പോകുന്നതെന്ന്. ഇതിനിടയ്ക്ക് ജയസൂര്യയുടെ കാര്യം അറിയാമല്ലോ. ജയസൂര്യ ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു, പുറത്തായിരുന്നു. അവിടുന്ന് ഇപ്പം ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് ജാമ്യത്തിൻ്റെ അപേക്ഷ കൊടുത്തു, ജാമ്യം കിട്ടി. അങ്ങനെയാണ് തിരിച്ചു വന്നത്. അങ്ങനെ ഇനി സിദ്ദിഖും ഇനി സുപ്രീം കോടതിയിൽ പോകുമെന്നാണ് തോന്നുന്നത്. ഇതൊക്കെ കണ്ടിട്ട് അവിടെ നിന്നുള്ള ജാമ്യം കിട്ടിയിട്ടായിരിക്കും തിരിച്ചു വരുന്നെന്നാണ് തോന്നുന്നത്. എന്തായാലും എല്ലാം അന്വേഷണ സംഘം കണ്ടുപിടിച്ചിരിക്കുന്നു. എല്ലാം അവർക്ക് ബോധ്യമായിരിക്കുന്നു. എന്തായാലും എല്ലാം കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ചാനലിൽ എല്ലാവരും സപ്പോർട്ട് ആവശ്യമാണ്. അപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ബെല്ലൈക്കൻ വരും, അതിൽ ഓൾ പ്രസ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.